എടപ്പാൾ നാട്ടുനന്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള സൈക്കിൾ വിതരണത്തിന്റെ ഒന്നാം ഘട്ടം എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. നജീബ് നിർവഹിച്ചു. എടപ്പാൾ നാട്ടുനന്മയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. വനിതകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി തയ്യൽ മെഷീൻ, വാട്ടർ പ്യൂരിഫയർ, ഇരുചക്ര വാഹനം, ഹോം അപ്ലയൻസസ്, കർഷകർക്ക് ജൈവവളം, കാലിത്തീറ്റ തുടങ്ങിയ പദ്ധതികൾക്കൊപ്പം വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പ്, സ്കൂൾ കിറ്റുകൾ തുടങ്ങിയവ നൽകുന്ന പദ്ധതികളുടെ തുടർച്ചയായാണ് ജൈത്ര ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ 50% സബ്സിഡിയിൽ സൈക്കിളുകൾ വിതരണം ചെയ്യുന്നത്. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ട വിതരണോദ്ഘാടനം വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. നജീബ് നിർവഹിച്ചു. പ്രഖ്യാപിച്ചൊരു കാര്യം ഇന്ന് നാട്ടിലെ പൊതുവെ വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ മൊബൈൽ ഫോണിന്റെ ഒരു ബാഹുല്യമുണ്ട്. ആയതുകൊണ്ട് അടുത്തത് മൊബൈൽ ഫോണാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ്, പക്ഷേ യഥാർത്ഥത്തിൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സത്യേട്ടൻ അങ്ങനെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു ആലോചന രൂപപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനകം അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ രജത ജൂബിലിയുടെ ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നിട്ടുള്ള പദ്ധതികൾ ഞാനൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിട്ടും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടും പ്രസിഡന്റായിട്ടും ഒക്കെ വളരെ കൃത്യമായി നാട്ടുനന്മയുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇവർ നടത്തിയിട്ടുള്ള പരിപാടികളിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്ത്രീകൾക്ക്, തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ആദ്യം തയ്യൽ മെഷീൻ വിതരണം ചെയ്യുകയുണ്ടായിരുന്നു. വാർഡ് മെമ്പർ ഇ.എസ്. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. വട്ടംകുളം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കഴുകിൽ മജീദ്, എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് അംഗം എം.കെ. അബ്ദുൽ ഗഫൂർ, സി. രവീന്ദ്രൻ, പ്രഭാകരൻ നടുവട്ടം, എടപ്പാൾ GHSS പ്രിൻസിപ്പൽ കെ.എം. അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുനന്മ ഡയറക്ടർ സത്യൻ കണ്ണരകം സ്വാഗതവും സെക്രട്ടറി ഉഷാകുമാരി നന്ദിയും പറഞ്ഞു. 50% സബ്സിഡിയിൽ 200 വിദ്യാർത്ഥികൾക്കാണ് സൈക്കിളുകൾ വിതരണം ചെയ്തത്. NCV ന്യൂസ്, എടപ്പാൾ.